എല്ലാവരും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ. ആദ്യം തന്നെ മാതാവിനോട് 1000 നന്ദി പറയുകയാണ്. കാരണം ഈ ചാനലിലൂടെ ഒരുപാട് അത്ഭുതങ്ങൾ മാതാവ് നടത്തുന്നുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ മാതാവ് വെളിപ്പെടുത്തി തന്ന 2 കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കുചേരുക. ലൈവിൽ പങ്കുചേരുമ്പോൾ നിങ്ങൾ മാതാവിനോട് നേരിട്ടാണ് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ സമർപ്പിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും മാതാവിൻ്റെ ഇടപെടലുണ്ടാവും നിങ്ങളുടെ കാര്യത്തിൽ. തീർച്ചയായിട്ടും മാതാവിൻ്റെ ഇടപെടലുണ്ടാവും. കാരണം മാതാവിനോട് നമ്മൾ നേരിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ സമർപ്പിക്കുന്നത്. മാതാവ് പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്ന ലൈവാണ്. അതുപോലെ തന്നെ ലൈവിൽ പങ്കെടുക്കുന്നവർ തീർച്ചയായിട്ടും ഭക്തിയോടുകൂടി തന്നെ പങ്കുചേരുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും മാതാവിനോട് നേരിട്ട് തുറന്നു പറയുക. ലൈവിലൂടെയാണ് ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നത്. ഒരുപാട് അത്ഭുതങ്ങൾ. ഒരത്ഭുതം പറയുകയാണെങ്കിൽ 70 ലക്ഷം രൂപ നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് ലൈവിൽ പങ്കെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പൈസ തിരിച്ചു കിട്ടി. മാതാവ് ഒരുപാട് അത്ഭുതങ്ങൾ നടത്തുന്നുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ ലൈവിൽ പങ്കെടുക്കുന്നത് പോലെ തന്നെ ഈ ചാനലിലുള്ള പ്രാർത്ഥനകളെല്ലാം വെളിപ്പെട്ട് ലഭിക്കുന്ന പ്രാർത്ഥനകളാണ്. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥനകളിലെല്ലാം നിങ്ങൾ പങ്കുചേരുക. പ്രത്യേക പ്രാർത്ഥനകളാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ലൈവിൽ മാതാവിനോട് നേരിട്ടാണ് സമർപ്പിക്കുന്നത്. അതുകൊണ്ട് നേരിട്ട് നിങ്ങൾ പറയുക. അതുപോലെ തന്നെ നിങ്ങൾ കമൻ്റായിട്ട് ഇടുകയും ചെയ്യുക. തീർച്ചയായിട്ടും മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. ഈ പ്രത്യേക പ്രാർത്ഥനയിൽ നിങ്ങൾ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളും ജോയിൻ ചെയ്ത് ലൈവിൽ അമ്മ മാതാവിനോടുള്ള നേരിട്ട് അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്ന നേരിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള സാഹചര്യം ഉണ്ടാകണം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അമ്മ മാതാവ് അനുഗ്രഹിക്കും. അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഒരുപാട് അത്ഭുതങ്ങൾ ലൈവിലൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാതാവ് അനുഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഈ പ്രത്യേക പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരും തന്നെ പങ്കുചേരുക. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഈ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ കമൻ്റായിട്ടിടുക. മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അമ്മ മാതാവിനെ മറ്റുള്ള മക്കളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മൾ മാതാവിനെ നമ്മൾ അടുപ്പിക്കുക. തീർച്ചയായിട്ടും മക്കളെല്ലാവരും മാതാവിലേക്ക് വരട്ടെ. എല്ലാവരും വന്നുകൊണ്ട് മാതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നല്ല സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയുള്ള ജീവിതം, ഉന്നത നിലയിലുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മ മാതാവ് എല്ലാവരും അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. അതുപോലെ തന്നെ എല്ലാ ദിവസവും പ്രാർത്ഥനകളിൽ പങ്കുചേരുക. ഈ ചാനലിലുള്ള പ്രാർത്ഥനകളിൽ പങ്കുചേരുക. തീർച്ചയായിട്ടും അനുഗ്രഹം ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ടും പ്രാർത്ഥിക്കുക. ഇതൊരു പ്രത്യേക പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന വെളിപ്പെട്ട് കിട്ടിയ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയിൽ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. എല്ലാവരുടെ ആവശ്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. എല്ലാവരും ഭക്തിയോടുകൂടെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളെയും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. പലതരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഈ മക്കൾ. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളെ എല്ലാവരും ഓരോരുത്തരെയും ഞാൻ സമർപ്പിക്കുകയാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യത്തിലുണ്ടായ എല്ലാം തന്നെ മാറിപ്പോയിക്കൊണ്ട് നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ അമ്മേ മാതാവേ. അമ്മയുടെ ഇടപെടൽ ഇവരുടെ മേലെ തീർച്ചയായിട്ടും ഉണ്ടാവണമേ അമ്മേ മാതാവേ. എനിക്ക് ഉറപ്പാണ് ഇവരുടെ മേൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവും. അമ്മ ഇടപെടുന്നുണ്ട്. കാരണം അമ്മ ഒരുപാട് അത്ഭുതങ്ങൾ ഈ ചാനലിലൂടെ നടത്തുന്നുണ്ട്. അതിനെ ഓർത്ത് ഞാൻ അമ്മയോട് എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാലും തീരില്ല. അമ്മ മാതാവേ, അമ്മ അതുപോലെ അനുഗ്രഹങ്ങൾ, അതുപോലെ അത്ഭുതങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ അമ്മ മാതാവ് എടുത്തു നീക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അമ്മയോട് നേരിട്ട് പറയുന്ന പ്രാർത്ഥനയായ ലൈവിൽ അമ്മ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്ന ലൈവിൽ തീർച്ചയായിട്ടും അമ്മയുടെ ഇടപെടൽ ഒരുപാട് നടക്കുന്നുണ്ട്. അതിനെ ഓർത്ത് ഞാൻ അമ്മേ മാതാവേ, അമ്മയോട് 1000 നന്ദി പറയുകയാണ്. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും ഞാൻ ഓരോരുത്തരെയും അവരുടെ പ്രശ്നങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവേ, ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും അമ്മ മാതാവ് മാറ്റിക്കൊടുക്കണമേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും വ്യക്തി രോഗാവസ്ഥയിൽ കഴിയുന്നുണ്ടെങ്കിൽ അമ്മേ മാതാവേ, ആ വ്യക്തിയുടെ രോഗം അമ്മ മാതാവ് എടുത്തു നീക്കണമേ. ആ വ്യക്തിയെ വിടുവിക്കണമേ. പൂർണ്ണ ആരോഗ്യത്തോടെ ആ വ്യക്തിയുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവ്. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വ്യക്തികളുടെ കുടുംബത്തിലുള്ള അംഗങ്ങളെ ഞാൻ സമർപ്പിക്കുകയാണ്. ഓരോ വ്യക്തികളെയും അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുണ്ട് എങ്കിൽ അമ്മേ മാതാവേ, ആ വ്യക്തിയുടെ രോഗം അമ്മ മാതാവ് എടുത്തു നീക്കിക്കൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ജോലി ലഭിച്ചിട്ടില്ല എങ്കിൽ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവർ, വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നവർ, അതുപോലെ തന്നെ വിസയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവർ, ഇൻ്റർവ്യൂവിന് വേണ്ടി ട്രൈ ചെയ്യുന്നവർ, അതുപോലെ തന്നെ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ, ശമ്പളം കിട്ടാത്തവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മ മാതാവേ, തീർച്ചയായിട്ടും ഇവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അവർക്ക് നല്ലൊരു ജോലി ലഭിക്കണമേ. അവരുടെ ശമ്പളം തിരികെ കിട്ടണമേ അമ്മ മാതാവേ. എല്ലാം തന്നെ അവരുടെ കാര്യങ്ങൾ അമ്മ നോക്കിക്കൊള്ളണമേ അമ്മ മാതാവ്. വിദേശത്ത് പോകാനുള്ള കാര്യങ്ങൾ അമ്മ ചെയ്തു
ചെയ്തു കൊടുക്കണം. വിദേശത്ത് പോയാൽ അവർക്കൊരു തടസ്സവും കൂടാതെ അവരുടെ ജോലികൾ അവർക്ക് നല്ല രീതിയിൽ ചെയ്യുവാനും അവരുടെ ജോലി ഫീൽഡിൽ നല്ല രീതിയിൽ അവർക്ക് പിടിച്ചു നിൽക്കുവാനും അമ്മേ മാതാവേ ഇവരെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. സാമ്പത്തികപരമായിട്ടുള്ള കടബാധ്യതകളുള്ളവരാണെങ്കിൽ അമ്മേ മാതാവ് അവരുടെ കടബാധ്യത മാറിക്കൊണ്ട് അമ്മ അവരുടെ ജീവിതത്തിൽ അത്ഭുതം നടത്തണമേ അമ്മ. അനേകം അത്ഭുതങ്ങൾ, സാമ്പത്തികപരമായിട്ടുള്ള അനേകം അത്ഭുതങ്ങൾ അമ്മ മാതാവ് ഈ ചാനലിലൂടെ നടത്തുന്നുണ്ട് അമ്മ മാതാവേ. അതിനെയോർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ലൈവിൽ അമ്മ മാതാവ് അത്ര അത്ഭുതങ്ങളൊക്കെ നടത്തുന്നുണ്ട് അമ്മ മാതാവ്. അമ്മ തീർച്ചയായിട്ടും ഞാൻ ലൈവിലും അമ്മ മാതാവ് ഒരുപാട് അത്ഭുതങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മ മാതാവിൻ്റെ പലതരത്തിലുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട് അമ്മ മാതാവ്. അമ്മയോട് അതിനെ ഓർത്തെല്ലാം നന്ദി പറയുന്നു അമ്മ. അതുപോലത്തെ ഒരു ഇടപെടലും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളുടെ സാമ്പത്തിക ഇടപെടൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മ മാതാവേ. അതുപോലെ തന്നെ അവരുടെ കടബാധ്യതകൾ മാറണം അമ്മ മാതാവേ. അതുപോലെ തന്നെ വീട് വെക്കുവാനും ഇല്ലെങ്കിൽ സ്ഥലം വാങ്ങുവാനും ഇല്ലെങ്കിൽ വീട് വിൽക്കുവാനൊക്കെ ആഗ്രഹിക്കുന്നവർ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ തീർച്ചയായിട്ടും അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. സാമ്പത്തികപരമായിട്ടുള്ള ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറണമേ. നല്ല രീതിയിൽ ശമ്പളത്തോടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കണമേ. അവരുടെ ശമ്പളം ഉയർത്തിക്കൊണ്ട് വരണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ പൊസിഷനുകൾ കൂടുതലായിട്ട് കിട്ടുവാൻ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അമ്മ ഇവരെല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് ഞാൻ 1000 നന്ദി പറയുവാണ് അമ്മേ മാതാവേ. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും വ്യക്തികളുടെ വിവാഹം നടക്കുന്നില്ലെങ്കിൽ അവരുടെ വിവാഹം നടക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. നല്ലൊരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും വ്യക്തികൾക്ക് മക്കളില്ല എങ്കിൽ അമ്മേ മാതാവേ ഈ പ്രാർത്ഥനയിലൂടെ അമ്മ മാതാവ് അവർക്ക് മക്കളെ കൊടുക്കണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളെ അമ്മ മാതാവ് ലൈവിൽ പങ്കെടുപ്പിക്കണമേ. ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കെടുപ്പിക്കണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും വ്യക്തികളുടെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സമാധാനമില്ലായ്മ, സന്തോഷമില്ലായ്മ ഉണ്ടെങ്കിൽ അമ്മേ മാതാവേ അമ്മയുടെ ഇടപെടൽ തീർച്ചയായിട്ടും അവരുടെ കാര്യത്തിൽ ഉണ്ടാവണമേ. അവരുടെ കുടുംബത്തിലുണ്ടാകുന്ന സമാധാനമില്ലായ്മ മാറ്റിക്കൊടുക്കണമേ അമ്മേ മാതാവേ. അത്തരം പൈശാചിക ചിന്താഗതികൾ അവരുടെ കുടുംബത്തിലുണ്ട് എങ്കിൽ അമ്മേ മാതാവേ ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കൊണ്ട് സമാധാനത്തോടെ സന്തോഷത്തോടുമുള്ള കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും തർക്കങ്ങൾ മാതാപിതാക്കളും മക്കളും തമ്മിലുണ്ടെങ്കിൽ അമ്മേ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ കുടുംബത്തെ അമ്മ അത്തരം പൈശാചികമായിട്ടുള്ള ചിന്താഗതികളിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് ആ കുടുംബത്തിൽ സമാധാനം കൊണ്ടുവരണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയുടെ കുടുംബത്തിൽ ഉണ്ട് എങ്കിൽ അമ്മേ മാതാവേ അതൊക്കെ മാറിപ്പോകാൻ, ആ പൈശാചികമായിട്ടുള്ള പ്രവർത്തനം കുടുംബത്തിൽ നിന്ന് എടുത്തു നീക്കിക്കൊണ്ട് അമ്മയുടെ ഇടപെടൽ ആ കുടുംബത്തിൽ ഉണ്ടായിക്കൊണ്ട് സന്തോഷത്തോടും ഉന്നതിയിലും ഉയർന്നു വരുവാനുള്ള ഒരു കുടുംബമാക്കി മാറ്റണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഈ വ്യക്തിയുടെ കുടുംബം ആ നിൽക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും മറ്റുള്ളവരാൽ കുറ്റപ്പെടുത്തിക്കൊണ്ടോ ഇല്ല തരം താഴ്ത്തിക്കൊണ്ടോ കഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ അമ്മേ മാതാവേ അതെല്ലാം മാറിക്കൊണ്ട് ആ നിൽക്കുന്ന സ്ഥലത്ത് ഒരു ഉന്നത നിലയിലേക്ക് ഉയർന്നു വന്ന നല്ലൊരു പേര് കേട്ടൊരു കുടുംബമായി മാറുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അമ്മ ഇവരെല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ് അമ്മേ മാതാവേ. ജോലി സ്ഥലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ അവരുടെ ജോലി സാഹചര്യങ്ങളിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. PSC എക്സാം ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവർ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ് അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അമ്മ എല്ലാവരുടെയും പ്രശ്നങ്ങളിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാകുന്നതിനോർത്ത് ഞാൻ അമ്മയോട് ഞാൻ നന്ദി പറയുകയാണ്. അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട്. അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കും. ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത മുഴുവൻ വ്യക്തികളും ലൈവിൽ പങ്കുചേരുക, തീർച്ചയായിട്ടും ലൈവിൽ പങ്കുചേരുക.